തലമുടി നല്ല ഫാസ്റ്റായിട്ട് വളരാനൊക്കെ ആയിട്ടും നല്ല കട്ട കറുപ്പോട് കൂടിയിട്ട് ഈ പെട്ടെന്നൊക്കെ ഇങ്ങനെ മുടി നരയ്ക്കുന്ന ആളുടെ മുടിയൊക്കെ ഇങ്ങനെ നരയ്ക്കാതെ അകാലനരയൊക്കെ മാറാനായിട്ട് നല്ല ഒരു എണ്ണ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. നിങ്ങൾ ഈ ഒരു രീതിയിൽ എണ്ണ കാച്ചി എടുക്കുന്നതെങ്കിലുണ്ടല്ലോ, കുട്ടികൾക്കാണെങ്കിലും ധൈര്യമായിട്ട് തേക്കാൻ നീർക്കെട്ട് വീഴത്തില്ല, മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും, പെട്ടെന്ന് നല്ല ഉള്ളോടുകൂടി മുടി വളരും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ കാച്ചുന്നതിൻ്റെ ഒരു രീതി ഇത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തോ, കറക്റ്റ് പാകം കാണിച്ചു തരട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇതിന് എടുക്കേണ്ട സാധനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത് കറിവേപ്പില എടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ടാവില്ല. അപ്പം കറിവേപ്പില എടുക്കുവാണെങ്കിൽ നമുക്ക് മുടിക്ക് നല്ല കറുപ്പും തിളക്കം കിട്ടാൻ കറിവേപ്പില അല്ല കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാനുള്ളത് കീഴാർനെല്ലി നല്ലതാണ്. കീഴാർനെല്ലി ഈ നമ്മൾ പറമ്പിലും വഴിയരത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഇലയുടെ അരിയത്ത് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ചെറിയ നെല്ലിക്ക പോലെ അത് കീഴാർനെല്ലി ആട്ടോ. ഒരു പുളി ഇലയുടെയൊക്കെ ഒരു രീതിയിലുള്ള ഒരു നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഈ മുടിക്ക് നല്ല ബലം കിട്ടാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും ഈ കീഴാർനെല്ലി നല്ലതാണ് കേട്ടോ. പിന്നെ അകാലനര മാറാനൊക്കെ ആയിട്ട് നമുക്ക് മൈലാഞ്ചി എടുക്കുന്നത് നല്ലതാണ്. പിന്നെ കയ്യോന്നി എടുക്കാം കേട്ടോ. കയ്യോന്നി എന്ന് പറയുന്നത് വെള്ളപ്പൂവൊക്കെ ആയിട്ട് റോഡരികത്തൊക്കെ നിൽക്കുന്നുണ്ട് കയ്യോന്നിയും. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല എടുക്കുകയാണെങ്കിൽ താരനും പേൻശല്യമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് പെട്ടെന്ന് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ ഈ എൻ്റെ കയ്യിലിരിക്കുന്നത് കേശവർദ്ധനയാണ്. അത് എല്ലാവരുടെ വീട്ടിലുണ്ടാവണം എന്നില്ല. അപ്പോൾ ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കേശവർദ്ധന ഇടണ്ട കേട്ടോ. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളതല്ലേ. അപ്പം നിങ്ങൾ അത്തരം സാധനങ്ങൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഊരി ഈ കൊമ്പും കോലം കുന്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് പള്ളേക്കളയാം കേട്ടോ. പിന്നെ മൈലാഞ്ചിയുടെ ഇലയൊക്കെ നിങ്ങൾക്കത് 2-3 ദിവസത്തേക്കൊക്കെ ഇങ്ങനെ എടുത്ത് വെളിയിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ തന്നെ അത് ഊർന്ന് ചാടി വരും. അപ്പോൾ അത് കിളി എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. പിന്നെ ഇതുപോലെ കറ്റാർവാഴ 2-3 തണ്ട് കറ്റാർവാഴ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെടുത്തു കേട്ടോ. മുടിക്ക് നല്ല തിളക്കവും കിട്ടും, നല്ല സ്ട്രൈറ്റ് ആയിട്ട് വരാനായിട്ട് നല്ല കറ്റാർവാഴ ഇട്ട് എണ്ണ കാച്ചുവാണെങ്കിൽ. ഇനി നമുക്ക് കുട്ടികൾക്ക് നീർക്കെട്ട് വീഴാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ചുവന്നുള്ളി ചേർക്കുന്നത് നല്ലതാണ്, മുടി കൊഴിച്ചിൽ മാറും. അപ്പോൾ ചുവന്നുള്ളി നമ്മളിപ്പോൾ ഈ ഒരു കൂട്ടത്തിലേക്ക് ഞാനിപ്പം മാറ്റി വെച്ചേക്കുന്നത് അരിഞ്ഞിടാനാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചതച്ചിട്ട് നമുക്കത് എണ്ണ കാച്ചാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമ്മൾ മില്ലിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിത്തിരി വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്തേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് 2-3 ട്രിപ്പായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കയ്യോന്നിയാണ് കേട്ടോ. കയ്യോന്നി നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അതല്ല അകാലനരയൊക്കെ ഉള്ളവർക്ക് കയ്യോന്നി ചേർക്കുവാണെങ്കിൽ നല്ല മുടി നരയ്ക്കത്തില്ല, പെട്ടെന്നൊന്നും മുടി നരയ്ക്കാതിരിക്കാനായിട്ട് നല്ലതാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഇതുപോലെ നമ്മൾ അങ്ങ് ചതച്ചെടുക്കുവാണെങ്കിൽ നല്ല കരിക്കട്ട പോലെ ഇതുപോലെ കിട്ടും കേട്ടോ. മുടിക്ക് ആ കറുപ്പ് കിട്ടും നമുക്ക് കേട്ടോ. ഇനി നിങ്ങൾ പച്ചനെല്ലിക്ക നമുക്ക് വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ ഉണങ്ങിയ നെല്ലിക്ക അല്ലെങ്കിൽ ഈ നെല്ലിക്കയുടെ പൗഡർ നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നരയുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. ഉണക്ക നെല്ലിക്ക ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഉണക്ക നെല്ലിക്ക കിട്ടിയില്ലെങ്കിൽ നെല്ലിക്ക പൗഡർ കടയിൽ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 1-1.5 സ്പൂണോളം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാനിപ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇട്ട് കൊടുത്തിരുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകത്തിൻ്റെ കൂട്ടത്തിൽ റോസ്മേരിയുടെ ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം. ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കുട്ടികൾക്ക് നീർക്കെട്ട് വീഴാതിരിക്കാനൊക്കെ ഇട്ട് കരിഞ്ജീരകം നല്ലതാണ് കേട്ടോ. ചുവന്നുള്ളി ഇതേപോലെ നമ്മൾ ഈ കൂട്ടത്തിന് തളിക്കുന്ന പോലെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചുവന്നുള്ളിയുടെ മൂപ്പ് നോക്കിയിട്ട് നമുക്ക് ഈ എണ്ണയുടെ മൂപ്പ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എണ്ണ കാച്ചാൻ അറിയില്ലാത്ത അമ്മമാർക്ക് ഈ ഒരു ചുവന്നുള്ളിയുടെ മൂപ്പ് വെച്ച് നോക്കിയിട്ട് എണ്ണയുടെ പാകം അറിയാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ 1 കിലോ വെളിച്ചെണ്ണ ഫുള്ളായിട്ട് ഇതേപോലെ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓണാക്കാം കേട്ടോ. തീ ഓണാക്കിയിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാവേ. നമ്മൾ ഫസ്റ്റിലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ച് എടുത്തിട്ട് പിന്നെ തീ സിമ്മിലേക്ക് ഇട്ടോളണം. പിന്നെ ഹൈ ലെവലിൽ തീ ഇടരുത് കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയൊക്കെയും സത്ത് എണ്ണയിലേക്ക് ഇറങ്ങി വരുന്നതിന് ഒരു നല്ല രീതിയിൽ ഒരു 3/4 മണിക്കൂർ നേരം നമ്മൾ ഗ്യാസിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും കേട്ടോ. കാരണം ഈ എണ്ണയ്ക്കൊരു പാകം ഉണ്ടല്ലോ, ആ പാകം തെറ്റിപ്പോകരുത്. അപ്പോൾ ആ പാകം തെറ്റിപ്പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ചുവന്നുള്ളിയുടെ ആ ഒരു മൂപ്പുണ്ടല്ലോ, നമ്മൾ കൂട്ടാനൊക്കെ താളിക്കാൻ എടുക്കുമ്പം ചുവന്നുള്ളിയുടെ മൂപ്പ് നിങ്ങളിങ്ങനെ ചെറിയ നമ്മളൊരു ബ്രൗൺ കളറിലായി വരില്ലേ, കരിഞ്ഞു പോരുത്, ഒരു കുഞ്ഞ് ബ്രൗൺ കളറായി വരുമ്പം നമുക്ക് എണ്ണയുടെ കറക്റ്റ് മൂപ്പ് അതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ നിങ്ങളത് ഒരു 3/4 മണിക്കൂർ നേരം ഈ ഗ്യാസ് അടുപ്പിൻ്റെ ചൂട്ടിൽ നിന്ന് മാറാതെ നിന്ന് ഇളക്കി കൊടുക്കണം, കത്തിച്ച് കളയരുത്. ഇതാണ് ഇതിൻ്റെ മൂപ്പ് കണ്ടില്ലേ, ചുവന്നുള്ളി നമ്മൾ കൂട്ടാൻ തളിക്കുമ്പോൾ ഇരിക്കുന്ന പോലെ തന്നെ വരുവേ. അപ്പം നിങ്ങൾ ആ മൂപ്പായി കഴിഞ്ഞ് കഴിയുമ്പം തീ ഓഫ് ചെയ്തോളണം. നമ്മൾ അടികെട്ടിയുള്ള പാത്രത്തിൽ ഉരുളിയിലേക്കാണ് നിങ്ങൾ എണ്ണ ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ എണ്ണ മൂത്ത് പോകാതിരിക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് കയ്യോടെ തന്നെ കോരി അങ്ങോട്ട് മാറ്റിക്കൊള്ളാം. നല്ല കരിക്കട്ട പോലത്തെ കറുത്ത എണ്ണ നമുക്ക് കിട്ടും. ഇത് എണ്ണയുടെ കറക്റ്റ് മൂപ്പാണ്. ഇതാ ചുവന്നുള്ളി കരിഞ്ഞ് പോയിട്ടില്ല. അപ്പം ചുവന്നുള്ളി കരിഞ്ഞില്ലെങ്കിൽ മൂപ്പ് കറക്റ്റ് ആയിരിക്കും എണ്ണയ്ക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ഞാൻ പിറ്റേന്നാണ് കേട്ടോ ഞാൻ കോരി മാറ്റിയിട്ട്
പിറ്റേന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഞാൻ കുപ്പിയിലേക്ക് എടുത്ത് ഒഴിച്ചല്ലെങ്കിൽ കുപ്പി ഉരുകിപ്പോവും. നിങ്ങൾ അരിക്കുന്ന അരിപ്പയും പ്ലാസ്റ്റിക്കിൻ്റെ ഇലക്കിട്ട് അരിക്കരുത്. ഈ സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിക്കുക. അതല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം അരിച്ചെടുത്ത് മാറ്റിയാലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ എണ്ണയ്ക്ക് ഒരു കാച്ചിയ മണമൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഈ റോസ്മെറിയുടെ ലീഫ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു റോസാപ്പൂവിൻ്റെ മണം എണ്ണയ്ക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല മണമായിരിക്കാൻ മുടിക്കും. പിന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ എണ്ണ കാച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് 1 കിലോ തന്നെ കിട്ടണമെന്നില്ല. നമുക്ക് ആ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ സത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കൊരു 3/4 കിലോളം വരുന്ന രീതിയിൽ എണ്ണ വറ്റി അത്ര ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. പാകം നോക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ബൈ.